ചന്ദ്രികാ മുഖപ്രസംഗം 2025 സെപ്റ്റംബർ 5 വെള്ളി. വിള തന്നുന്ന വേലി, വളം നൽകുന്ന സർക്കാർ. യൂത്ത് കോൺഗ്രസ് ചോവന്നൂർ മണ്ഡലം പ്രസിഡന്റ് VS സുജിത്തിനു നേരെ കുന്നംകുളം പോലീസ് സ്റ്റേഷനിൽ വെച്ചു നടന്ന നരനായാട്ടിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നപ്പോൾ നാടിന്റെ സുരക്ഷയും സമാധാനവും ഉറപ്പുവരുത്തേണ്ട പോലീസ് സംവിധാനം എത്രമാത്രം പ്രാകൃതവും പൈശാചികവുമായ മനോഭാവമാണ് ഇപ്പോഴും വെച്ചു പുലർത്തുന്നതെന്ന് മനസാക്ഷി മരിച്ചുപോയിട്ടില്ലാത്ത ഓരോ മലയാളിയും ചിന്തിച്ചു പോവുകയാണ്. ഒന്നിനു പിറകെ ഒന്നായി ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കപ്പെടുമ്പോൾ ഓരോന്നിനെയും ഒറ്റപ്പെട്ട സംഭവങ്ങളായി പ്രഖ്യാപിക്കുകയും വിമർശനമുയരുമ്പോൾ അതിനെ പോലീസിന്റെ മനോവീര്യം തകർക്കലായി ചിത്രീകരിച്ച് സേനയിലെ ക്രിമിനലുകളെ കൈയഴിച്ച് പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന സർക്കാർ സമീപനം അതിലേറെ ലജ്ജിപ്പിക്കുകയാണ്. ഒരു ഭാഗത്ത് RSS വൽക്കരണവും മറുഭാഗത്ത് ക്രിമിനൽ വൽക്കരണവുമായി കേരള പോലീസിന്റെ അലകും പിടിയും തകർന്നു തരിപ്പണമായിക്കൊണ്ടിരിക്കുമ്പോൾ അതിനെതിരെ ചൂണ്ടുവിരൽ പോലും അനക്കാനാവാത്ത വിധം വകുപ്പ് മന്ത്രി കൂടിയായ മുഖ്യമന്ത്രി പിണറായി വിജയൻ ദുർബലപ്പെട്ടു പോയിരിക്കുകയാണ്. അക്രമികൾക്ക് ഉന്നത തലങ്ങളിൽ നിന്നുവരെ ലഭിച്ചിട്ടുള്ള പിന്തുണയും സുരക്ഷയും ഒരു സംവിധാനത്തെ ആകെ ഗ്രസിച്ചിട്ടുള്ള ജീർണതയിലേക്കുള്ള ചൂണ്ടുപലകയാണ്. സുജിത്തിനെതിരെ നടന്നിട്ടുള്ള ആക്രമണം പോലെ തന്നെ ക്രൂരമായിരുന്നു അത് മുക്കാനുമുള്ള പോലീസിന്റെ ശ്രമം. പോലീസ് വിദഗ്ധമായി മുക്കിയ 2023 ഏപ്രിൽ 5 നടന്ന അതിക്രൂരമായ മർദ്ദനത്തിന്റെ CCTV ദൃശ്യങ്ങൾ വിവരാകാശ കമ്മീഷന്റെ ഉത്തരവ് പ്രകാരമാണ് പുറത്തു വന്നത്. ചോവന്നൂരിൽ വെച്ച് വഴിയരികിൽ നിന്നിരുന്ന സുഹൃത്തുക്കളെ അകാരണമായി പോലീസുകാർ ഭീഷണിപ്പെടുത്തുന്നത് ശ്രദ്ധയിൽപ്പെട്ട സുജിത്ത് കാര്യം തിരക്കിയതാണ് സംഭവത്തിന്റെ തുടക്കം. ഇത് ഇഷ്ടപ്പെടാതിരുന്ന കുന്നംകുളം പോലീസ് സ്റ്റേഷനിലെ SI നുഹ്മാൻ പോലീസ് ജീപ്പിൽ സുജിത്തിനെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി. തുടർന്ന് സ്റ്റേഷനിൽ വെച്ച് SIക്കു പുറമെ CPOമാരായ ശശീന്ദ്രൻ, സന്ദീപ്, സജീവൻ എന്നിവർ ചേർന്ന് സുജിത്തിനെ കൈത്തരിപ്പ് മാറുന്നതുവരെ പെരുമാറുകയായിരുന്നു. എന്നാൽ തന്നെ മർദ്ദിച്ചതിന്റെ തെളിവ് ശേഖരിക്കുന്നതിന്റെ ഭാഗമായി CCTV ദൃശ്യങ്ങൾക്ക് അന്നേ ദിവസം തന്നെ സുജിത്ത് അപേക്ഷ നൽകിയിരുന്നുവെങ്കിലും പല കാരണങ്ങൾ പറഞ്ഞ് ദൃശ്യം നൽകുന്നത് തടഞ്ഞുവെച്ചു. തുടർന്ന് വിവരാകാശ നിയമപ്രകാരം CCTV ദൃശ്യം ആവശ്യപ്പെട്ടെങ്കിലും പോലീസ് നിസ്സഹകരണ സമീപനം തുടർന്നു. പിന്നീട് സുജിത്ത് നൽകിയ അപ്പീൽ അപേക്ഷയിൽ പോലീസ് സ്റ്റേഷനിലെ CCTV ദൃശ്യങ്ങൾ നൽകാൻ സംസ്ഥാന വിവരാകാശ കമ്മീഷൻ ഉത്തരവിട്ടിട്ടും പോലീസ് അലംഭാവം തുടർന്നതോടെ വിവരാകാശ കമ്മീഷൻ പോലീസിനെയും സുജിത്തിനെയും നേരിട്ട് വിളിച്ചു വരുത്തി രണ്ടുപേരുടെയും വാദം കേട്ട ശേഷം CCTV ദൃശ്യങ്ങൾ നൽകുവാൻ കർശന നിർദ്ദേശം നൽകുകയായിരുന്നു. ഇതേ തുടർന്നാണ് ഇപ്പോൾ സ്റ്റേഷനിലെ പല സ്ഥലങ്ങളിൽ വെച്ച് SI ഉൾപ്പെടെയുള്ള പോലീസുകാർ ക്രൂരമായി മർദ്ദിച്ച് അവശനാക്കുന്നതിന്റെ ദൃശ്യങ്ങൾ ലഭിക്കുന്നത്. വേലി തന്നെ വിള തിന്നുന്നതിന് സമാനമായി പോലീസ് നരനായാട്ടിൽപ്പെട്ട് ജീവിതവും ജീവനും നഷ്ടപ്പെട്ടു പോയവരുടെ ദീനരോദനങ്ങളാൽ മുഖരിതമായി തീർന്നിരിക്കുകയാണ് പിണറായി കാലത്തെ കേരളത്തിന്റെ തെരുവു വീഥികൾ എന്നത് ഒട്ടും അതിശയോക്തിപരമല്ല. ദൗർഭാഗ്യകരമായി അത്തരം സംഭവങ്ങളുടെ നീണ്ടുകിടക്കുന്ന പട്ടിക ആ യാഥാർത്ഥ്യത്തിന്റെ ജീവിക്കുന്ന തെളിവുകളാണ്. ഇക്കഴിഞ്ഞ ഏപ്രിൽ 2 ഗോകുൽ എന്ന പ്രായപൂർത്തിയാകാത്ത ആദിവാസി വിഭാഗത്തിൽപ്പെട്ട കൗമാരക്കാരനെ കൽപ്പറ്റ പോലീസ് സ്റ്റേഷന്റെ ശുചിമുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. അമ്പലവയൽ നെല്ലാറച്ചാൽ സ്വദേശിയായ ഗോകുലിനെ ആത്മഹത്യ ചെയ്ത നിലയിലാണ് കണ്ടെത്തിയത്. ഗോകുലിനെ പോലീസ് പതിവായി ഭീഷണിപ്പെടുത്തിയിരുന്നതായി ബന്ധുക്കൾ ആരോപണമുയർത്തിയിരുന്നു. പ്രസ്തുത കേസിൽ മേലുള്ള വിവാദങ്ങളുടെ ചൂടാറും മുമ്പാണ് ഭരണസിരാ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന തിരുവനന്തപുരത്ത് ദളിത് സ്ത്രീ പോലീസ് സ്റ്റേഷനിൽ നേരിട്ട മാനസിക പീഡനം പുറത്തുവന്നത്. ഞെട്ടിപ്പിക്കുന്ന വാർത്തകൾ ദിനംപ്രതി എന്നോണം
തെക്കെന്നോ വടക്കെന്നോ വ്യത്യാസമില്ലാതെ സംസ്ഥാനത്തിൻ്റെ വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ നിന്ന് ഉയരുമ്പോഴും കുറ്റക്കാർക്കെതിരെ ഒരു നടപടിയും ഉണ്ടാകുന്നില്ലെന്നത് മാത്രമല്ല, അവർ പൂർണ്ണ സംരക്ഷണത്തിലുമാണ്. സുജിത്തിനെ ക്രൂരമായി മർദ്ദിച്ച ഉദ്യോഗസ്ഥരുടെ നിലവിലെ അവസ്ഥ ഇതിൻ്റെ മികച്ച ഉദാഹരണമാണ്. പേരിനു മാത്രമുള്ള നടപടി നേരിട്ട ഈ ക്രിമിനൽ സംഘം ഇപ്പോഴും സേനയിൽ സ്വൈര്യവിഹാരം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ നില ഇതുപോലുള്ള കൂടുതൽ ക്രിമിനലുകളെ സൃഷ്ടിക്കുന്നതോടൊപ്പം മികച്ച നിലയിൽ സേവനം അർപ്പിച്ചുകൊണ്ടിരിക്കുന്നവരെ ഹതാശയരാക്കുകയുമാണ്. പോലീസ് സംവിധാനത്തിലെ സമഗ്രമായ അഴിച്ചുപണിയുടെ ആവശ്യകതയാണ് ഇത്തരം സംഭവങ്ങൾ വ്യക്തമാക്കുന്നത്. ഈ ആധുനിക കാലത്തും ധിക്കാരവും ധാർഷ്ട്യവുമെല്ലാമാണ് പോലീസ് സേനയുടെ മുഖമുദ്ര എന്നത് എത്രമാത്രം ദൗർഭാഗ്യകരമാണ്. ഇനി ഖുർആനിൽ നിന്ന്: ജനങ്ങളെ, നിങ്ങളുടെ രക്ഷിതാവിങ്കൽ നിന്നുള്ള സത്യവുമായി നിങ്ങളുടെ അടുക്കലിതാ റസൂൽ വന്നിരിക്കുന്നു. അതിനാൽ നിങ്ങളുടെ നന്മയ്ക്കായി നിങ്ങൾ വിശ്വസിക്കുക. നിങ്ങൾ നിഷേധിക്കുകയാണെങ്കിലോ ആകാശങ്ങളിലും ഭൂമിയിലുമുള്ളതെല്ലാം അള്ളാഹുവിൻ്റേതാണ് എന്ന് നിങ്ങൾ ഓർത്തുകൊള്ളുക. അള്ളാഹു എല്ലാം അറിയുന്നവനും യുക്തിമാനുമാകുന്നു. വിശുദ്ധ ഖുർആൻ 4-ാം അധ്യായം 170 തയ്യാറാക്കിയത് ദിശന അക്കാദമി, ഇരുമ്പുഴി. ശബ്ദം റന ഫാത്തിമ.